നമ്മൾ പോകുന്ന റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. എൻഡിഎയിൽ പ്രവേശിച്ചതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20-ലധികം സീറ്റുകളിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് 2020. പാലക്കാട് മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് കണക്കുകൾ BJP നേതൃത്വത്തിന് നൽകും. മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് ചെയർമാൻ സാബു എം ജേക്കബ്. സജോ ദേവസിയാണ് ചിലതിന് വിശദാംശങ്ങളുമായി. സജോ, 2020ക്ക് അത്രയ്ക്ക് സ്വാധീനമുണ്ടോ? 20 സീറ്റുകളിലൊക്കെ മത്സരിച്ചാൽ ജയസാധ്യതയുള്ളത് എവിടെയൊക്കെ ആയിരിക്കും? എറണാകുളത്തിനപ്പുറത്ത് എവിടെയൊക്കെ മത്സരിച്ചാൽ വോട്ട് പിടിക്കാനാകും? വിനീത, ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് NDA പ്രവേശനത്തിന് പിന്നാലെ 2020 പ്രധാനമായും കണക്ക് കൂട്ടുന്നത് NDAയിലെ രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായി അംഗീകരിക്കപ്പെടും എന്നൊരു പ്രത്യാശ അവർക്കുണ്ട്. നിലവിൽ അത് BDJS ആണ്. പക്ഷേ അവരെക്കാൾ കൂടുതൽ സ്വാധീന ശക്തിയാകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം 2020ക്കുണ്ട് എന്നൊരു അവകാശവാദമാണ് അവർ മുന്നോട്ട് വെക്കുക. എന്താണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? അതായത് 20 മുതൽ 30 വരെയുള്ള സീറ്റിന് അർഹതയുണ്ട് എന്നാണ് 2020 കരുതുന്നത്. അതിനനുസൃതമായ കണക്കുകൾ, അതായത് തിരഞ്ഞെടുപ്പ് കണക്കുകൾ ഇതിനകം തന്നെ വിവിധ ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത് പതിവ് പോലെ എറണാകുളം ജില്ലയിൽ തന്നെയാണ്. അവിടെ തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും അവർ വിജയിച്ച സീറ്റുകൾ, അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ തൊടുപുഴയിൽ വിജയിച്ചിട്ടുണ്ട്, തൃക്കാക്കരയിൽ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. മത്സര രംഗത്ത് ഉണ്ട്. അവരുടെ വോട്ട് കണക്കുകൾ അതേപടി സമാഹരിച്ച് അത് BJP നേതൃത്വത്തിന് മുൻപിൽ വെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രം 7 സീറ്റുകൾ ആവശ്യപ്പെടും. പ്രധാനമായും കഴിഞ്ഞ തവണ അവർ ജയപരാജയത്തിൽ നിർണയിച്ച കുന്നത്നാട് അടക്കം, കുന്നത്നാട്, പെരുമ്പാവൂർ, കോതമംഗലം, കൊച്ചി, വൈപ്പിൻ, പെരുമ്പാവൂർ, തൃപ്പൂണിത്തറ എന്നിവയടക്കമുള്ള വിവിധ സ്ഥലങ്ങളിൽ, തൃപ്പൂണിത്തറ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലം കൂടിയാണ് എന്ന് കാണണം. അതുൾപ്പെടെ എറണാകുളം ജില്ലയിൽ മാത്രം 7 സീറ്റുകൾ ആവശ്യപ്പെടാനാണ് ഇപ്പോൾ 2020 ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത്. എറണാകുളം, തൃശൂർ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കൊല്ലം ജില്ലകളിൽ മത്സരിക്കാനുള്ള അർഹതയുണ്ട് എന്ന കാര്യം മുന്നോട്ട് വയ്ക്കും. സാബു എം ജേക്കബ് മത്സരിക്കില്ല. അതേസമയം അവരുടെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് V ഗോപകുമാർ മത്സരരംഗത്തുണ്ടാവും. എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം ചാർലി പോളും മത്സരരംഗത്തേക്ക് ഉണ്ടാകും എന്നതാണ്. അടുത്ത ദിവസം തന്നെ BJP നേതൃത്വത്തിന് ഇവരുടെ തെരഞ്ഞെടുപ്പ് കണക്കുകൾ കൈമാറും. അതൊരു അവകാശവാദം കൂടിയായിരിക്കും. ശരി, ഏതായാലും 20 സീറ്റുകൾ മത്സരിക്കാമെന്നതാണ് 2020 കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇത്രയധികം സീറ്റുകൾ കിട്ടുമോ? സ്വാധീനമില്ലാത്ത ഇടങ്ങളിലൊക്കെ 2020ക്ക് സീറ്റ് കിട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം. സഞ്ജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.